പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ആർക്കെങ്കിലും എന്ത് ഓഫർ കിട്ടിയാലും വളരെ പബ്ലിക്കായി ഷർട്ടും പാൻറ്റും ഒന്നും ധരിക്കാതെ ന്യൂഡായി നഗ്നരായി യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ വേണ്ട, അർദ്ധനഗ്നരായിട്ട് നീ എന്ത് ചെയ്യണം, നിൻ്റെ ടൗണിലൂടെ ഒന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്നദ്ധരാകുമോ? സാധ്യത വളരെ കുറവാണ്. കാരണം പൊതുവെ മനുഷ്യർ ലജ്ജയുള്ളവരാണ്, ലജ്ജയെയും സ്വകാര്യതയെയും മാനിക്കുന്നവരാണ്. അതേസമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് തങ്ങളുടെ സ്വകാര്യതകളും കുടുംബത്തിൻ്റെ സ്വകാര്യതകളും വ്യക്തിജീവിതത്തിലെ പല കാര്യങ്ങളെന്നല്ല എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായി ഒരു മറയുമില്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഛർദ്ദിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അനന്തരഫലം? നമുക്ക് അങ്ങനെ ഒരു നിർബന്ധിത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പബ്ലിക്കായി ന്യൂഡായിട്ട് യാത്ര ചെയ്യേണ്ട, നടക്കേണ്ട ഒരു സാഹചര്യം, നിർബന്ധിത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ അങ്ങാടിയിലൂടെ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും നടക്കാൻ കഴിയുമോ? നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ സ്വന്തം ആത്മാഭിമാനത്തെക്കുറിച്ചൊരു വിലയും ഇല്ലാതെ, ഒരു ബോധവും ഇല്ലാത്ത ഒരു സമൂഹമാണ് വളരെ പബ്ലിക്കായി തങ്ങളുടെ സ്വകാര്യതകളെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തട്ടിയിടുന്നത്. അനന്തരഫലം ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ പിന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. കോൺഫിഡൻസും കൂടെ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടാൽ, സെൽഫ് കോൺഫിഡൻസ് കൂടെ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് സംഭവിക്കും? അതൊരു ചരട് പൊട്ടിയ ഒരു പട്ടം പോലെ എവിടെയെങ്കിലുമൊക്കെ പാറിപ്പടന്ന അവസാനം വല്ല വേസ്റ്റ് കുഴിയിലോ ചാണകക്കുഴിയിലോ പോയി വീഴുക എന്നതാണ് അതിൻ്റെ അനന്തരഫലം ഉണ്ടാകുന്നത്. നമ്മൾ നമ്മുടെ സ്വകാര്യതയെ ബഹുമാനിക്കണം, മറ്റുള്ളവൻ്റെ സ്വകാര്യതയും ബഹുമാനിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എല്ലാം കൊണ്ടുവന്നിടാനുള്ളതല്ല. എല്ലാം കൊണ്ടുവന്നിട്ടാൽ കോണ്ടൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പല ആളുകളും സ്വകാര്യതയെയും വ്യക്തിജീവിതത്തെയും മുഴുവൻ പബ്ലിക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ സ്വകാര്യതയെ മാനിക്കണം. സ്വകാര്യതയും ലജ്ജയുമുള്ള ആളുകൾക്ക് അഭിമാനത്തോടു കൂടിയിട്ട് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ലജ്ജ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. നിർലജ്ജനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളോടും ഒരു ബഹുമാനവും ഒരു ആദരവും ഒരു വിലയും ഉണ്ടാവില്ല. എന്ത് തോന്നിവാസവും എവിടെ വെച്ചും ചെയ്യാൻ കഴിയുന്നവരായി നമ്മൾ മാറും. വ്യക്തിത്വമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നമുക്കൊരിക്കലും പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത, മറ്റെന്തും കൊടുത്തു വാങ്ങാൻ കഴിയാത്ത, ഭൂമിയിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വ്യക്തിത്വം, അഭിമാനം എന്നുള്ളതെല്ലാം മനസ്സിലാക്കുക. നാം നമ്മുടെ സ്വകാര്യതയെ ബഹുമാനിക്കുന്നതോടൊപ്പം മറ്റുള്ളവൻ്റെ സ്വകാര്യതയെയും ബഹുമാനിക്കുക.